ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തേത് ഒരു കർമ്മ ബേസ്ഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ക്രുവാലിറ്റി അല്ലേ കൂടുകയാണ്. ഒരുപാട് ആൾക്കാർ അന്നേരത്തെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകളെ ഹർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെങ്ങനെ വേദനിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേദനിപ്പിച്ച് പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ നിങ്ങളൊരു തെറ്റും ചെയ്യാതെ നിങ്ങളെങ്ങനെ വേദനിപ്പിച്ച് പോയ ആളുകളെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഒരിക്കലും അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരണമെന്നോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശമായിട്ടോ ഒന്നും ചിന്തിക്കേണ്ട. ജസ്റ്റ് അവരുടെ മുഖം, അവരുടെ ആ ഒരു പേര് ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. 2 നിമിഷം റിലാക്സ്ഡ് ആയതിനു ശേഷം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് എന്ത് കർമ്മമാണ് അവരിപ്പോൾ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവരെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ എന്താണ് എന്നുള്ളതാണ്. Universe, please guide me. Reading for my audience, reading for my subscribers. ഇതൊരു ടൈംലെസ് ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ റീഡിംഗ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ അക്യുറേറ്റ് റീഡിങ്സ് എനിക്ക് തരാനായിട്ട് സാധിക്കും. സോ നമുക്ക് നോക്കാം എന്ത് കർമ്മമാണ് അവർ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1, എന്താണ് നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയെ ഇപ്പോൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി, അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്, എന്ത് എനർജിയാണ് അവരെ സറൗണ്ട് ചെയ്യുന്നത് നോക്കാം. നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയെ ഇപ്പോൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി എന്താണെന്ന് നോക്കാം. വാട്ട്സ് ദ കറന്റ് എനർജി സറൗണ്ടിങ് ദം. ഓക്കെ, അവരെ എഫക്റ്റ് ചെയ്യുന്ന എനർജി എന്താണെന്നുള്ളതാണ് കാർഡ് നമ്പർ 1. അവരുടെ പ്രവർത്തികൾ കൊണ്ട് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്താണെന്ന് നോക്കാം. എന്താണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചടി, അവരുടെ ആക്ഷൻ കാരണം ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണ്, അവരുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ അവരുടെ ആക്ഷൻ കാരണം ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കാം. കാർഡ് നമ്പർ 2. ആൻഡ് എന്ത് റിയലൈസേഷനാണ് അവർക്ക് ഉടനെ വരാൻ പോകുന്നത് നോക്കാം. അവരെന്ത് സത്യമാണ് തിരിച്ചറിയാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് ഫേസ് ചെയ്യാൻ പോകുന്നത്, ഉടനെ തന്നെ അവരെന്ത് റിയലൈസേഷനിലേക്കാണ് എത്താൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. കാർഡ് നമ്പർ 3. പ്രപഞ്ചം അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പാഠം എന്താണ് നോക്കാം. എന്ത് ലെസൺ ആണ് ഇവരിപ്പോൾ ഈ ഒരു സമയത്ത് പഠിക്കേണ്ടത്, എന്ത് പാഠമാണ് അവർ പഠിക്കേണ്ടത് നോക്കാം. കാർഡ് നമ്പർ 4. ആൻഡ് ഈ സിറ്റുവേഷനിൽ എന്ത് കാർമിക് ബാലൻസ് ആണ് അവർ ലൈഫിൽ വരാൻ പോകുന്നത്, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് അവർ ലൈഫിൽ വരാൻ പോകുന്നത് നോക്കാം. കാർഡ് നമ്പർ 5. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. കറണ്ട് എനർജി, അവരെ ഇപ്പോൾ സറൗണ്ട് ചെയ്തിരിക്കുന്ന കറണ്ട് എനർജി ദ ഡെവിൾ എന്ന് പറയുന്ന ഒരു കാർഡാണ്. അവരുടെ ലൈഫിൽ അവരുടെ ആക്ഷൻസ് കാരണം, അവർ ചെയ്ത പ്രവർത്തികൾ കാരണം എന്ത് എക്സ്പീരിയൻസ് ആണ് അവർ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്യൂൻ ഓഫ് സോർട്സ് ആണ്. അവരുടനെ തന്നെ എന്ത് റിയലൈസേഷനിലേക്കാണ് എത്താൻ പോകുന്നത്. 4 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. യൂണിവേഴ്സ് എന്താണ് അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് നോക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ്. എന്താണ് അവരുടെ കാർമിക് സിറ്റുവേഷൻ അവർ ലൈഫിൽ വരാൻ പോകുന്നത്. 3 ഓഫ് കപ്സ് എന്നുള്ളതാണ്. ആൻഡ് ദ ബോട്ടം ഓഫ് ദ ഡെക്ക് ഇസ് ദ ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡാണ്. ഈ റീഡിങ്ങിൻ്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോൾ കുറച്ച് സ്റ്റക്കായി പോയി എന്നുള്ളതാണ്. അതായത് ലോക്കായി എന്ന് വേണമെങ്കിൽ പറയാം. മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ സ്റ്റക്കായിട്ടുണ്ട്. ഒരു മൂവ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ഓക്കെ, അവർക്ക് ആ ഒരു കോൺസിക്വൻസ് അവർ ചെയ്തതിൻ്റെ ആക്ഷൻസ് ഇപ്പോൾ ഫേസ് ചെയ്തേ മതിയാവും. ആ ഒരു രീതിയിലായി അവരുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ മനസ്സിനെ നിയന്ത്രിച്ച് ഇതുവരെ അവർ മുന്നോട്ട് പോയിരുന്നു, അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാതെ അവർ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ഇനി അവർക്ക് എല്ലാം ഒന്ന് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണ്. ഓക്കെ, അവരുടെ ചോയ്സ് ഇനി നടക്കില്ല. അവർക്ക് സെൽഫ് കൺട്രോളോടുകൂടി ഡിസിപ്ലിനോടുകൂടി ഇനി നിന്നേ പറ്റൂ. കാരണം അവർക്ക് ആ ഒരു ലോക്കിൽ നിന്ന് ഇനി പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, സോ ഇത്രയും കാലം അവർ നയിച്ച ഒരു ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഡിസിപ്ലിൻ റുട്ടീൻ, അല്ലെങ്കിൽ അവർ നയിക്കാൻ പോകുന്നൊരു ജീവിതം അവർ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊരു പഠിക്കാൻ പോകുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, ചിലപ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഒരുപാട് നിയമവശങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ മനസ്സ് തന്നെ
ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കാം. ഇനി എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് അവർ പോവും. സോ അവരുടെ മനസ്സിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് സ്റ്റക്കാണ്. ഓക്കെ, മൂവ്മെൻ്റ് ഇല്ല, ഒരു ഡയറക്ഷൻ അവർക്കില്ല. ഇനി ലൈഫ് എങ്ങോട്ടാണെന്ന് അറിയാൻ വയ്യാത്തൊരു എനർജിയിലേക്ക് അവർ പോയിട്ടുണ്ട്. അവരുടെ കറണ്ട് എനർജി, നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ക്രുവൽറ്റി കാണിച്ച ആ ഒരു വ്യക്തി, അവരുടെ പ്രതാപകാലത്തായിരിക്കാം ഇത് അവർ ചെയ്തിട്ടുണ്ടാവുക. സോ ആ ഒരു വ്യക്തിയുടെ ഒരു കാർഡ് ഞാൻ കയ്യിലെടുക്കുന്നില്ല, കാരണം ഇതൊരു ഡെവിൾ കാർഡാണ്. സോ ഈ ഒരു കാർഡ് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് ഒട്ടും പോസിറ്റീവ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, അവർ ബന്ധനസ്ഥരാണ്, അവർ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ആയിരിക്കാം, നിങ്ങൾ വളരെയധികം സ്നേഹിച്ചൊരു വ്യക്തിയായിരിക്കാം, നിങ്ങളൊരു അതോറിറ്റി ആയിരിക്കാം, അതായത് നിങ്ങളുടെ ഒരു സുപ്പീരിയർ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ആരായാലും ശരി, ആ ഒരു വ്യക്തി ഇപ്പോൾ ചങ്ങലയ്ക്കുള്ളിലാണ്. ആ ഒരു വ്യക്തിക്കിനി ഒരു പുറം ലോകവുമായിട്ട്, അല്ലെങ്കിൽ ഒരു നേരത്തെ അവർ ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്റ്റൈലിലൊന്നും ഇനി ജീവിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഓക്കെ, നല്ല രീതിയിൽ നെഗറ്റീവ് തിങ്കിങ് ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ ഇനി അവരനുഭവിക്കേണ്ടി വരും. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കാതെ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു വ്യക്തിയായിരിക്കും. അവരിപ്പോൾ അവരുടെ ഒരു ചോയ്സ് കൊണ്ട് തന്നെ ട്രാപ്പ് ആയിപ്പോയി എന്ന് പറയാം. അവർ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർ ട്രാപ്പ് ആയിപ്പോയി. ഈ ഒരു എനർജി അയാൾക്ക് കറണ്ട് സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി വളരെ മെൻ്റലി ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം. എന്താണോ നിങ്ങളുടെ അടുത്ത് കാണിച്ചത്, ആ ഒരു എനർജി ഇപ്പോൾ അവരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. ഓക്കെ, സോ അവർ ഒരുപാട് കാര്യങ്ങളിൽ നല്ല രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, എല്ലാം പുറമേന്ന് ഒന്നും സംഭവിക്കാത്ത പോലെ അവർ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത രീതിയിൽ അവർ ചങ്ങലക്കിട്ട ഒരു ലിമിറ്റേഷൻസ് ഒക്കെ അവർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അവരുടെ ലൈഫിൽ എന്ത് കോൺസിക്വൻസസ് ആണ് അവർ അനുഭവിക്കാൻ പോകുന്നത് നോക്കാം. നിങ്ങൾ അവരുടെ യഥാർത്ഥ സ്വഭാവം, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കാം. പുറമേ രണ്ട് രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ യഥാർത്ഥ ഒരു സ്വഭാവം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ചില ആളുകൾ ഇവരുടെ ഈ ഒരു സ്വഭാവം ഇനി അനുഭവിക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും. അവരുടെ ഒരു മാനിപ്പുലേഷൻ, ആ ഒരു സ്വഭാവമൊക്കെ മനുഷ്യർക്ക് തീരെ മടുത്തിട്ടുണ്ടായിരിക്കും. അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ആളുകളും അവരും തമ്മിലുള്ള ഒരുപാട് ബന്ധങ്ങൾ അകന്നു പോയിട്ടുണ്ടായിരിക്കും. ഇമോഷണലി ആളുകൾ അവരുമായിട്ട് ഒത്തിരി ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരിക്കും. അവർ ഇപ്പോൾ ആ ഒരു സത്യങ്ങളെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഇനി എക്സ്ക്യൂസ് പറഞ്ഞു, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളുടെ കോൺസിക്വൻസ് അനുഭവിക്കാതെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധ്യമല്ല. സോ അവരനുഭവിക്കുന്ന കോൺസിക്വൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണോ മറ്റുള്ള ചില ആളുകളോട് നിങ്ങളോടൊക്കെ പെരുമാറിയത്, അതേ ഒരു പെരുമാറ്റ രീതി അല്ലെങ്കിൽ അതേ പെരുമാറ്റങ്ങൾ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് അവരനുഭവിക്കേണ്ടി ഇനി വരും. അതാണ് അവർക്കുള്ള ഏറ്റവും വലിയൊരു ശിക്ഷ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അവർ എന്ത് റിയലൈസേഷനാണ് ഉടനെ തന്നെ അവർക്ക് വരുന്നതെന്ന് നോക്കാം. അവരുടെ ലൈഫിൽ അവർക്ക് ചില റിയലൈസേഷൻസ് ഇതുകൊണ്ട് വരും. ഓക്കെ, അവർ ഒരു സെൽഫ് റിഫ്ലക്ഷൻ്റെ ഒരു ടൈമിലേക്ക് പോവുകയാണ്. അധികം ആരോടും മിണ്ടാതെ, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, എല്ലാത്തിൽ നിന്നും ഒരു വിട്ടു നിൽക്കുന്ന ഒരു പ്രകൃതി അവർ കാണിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സമയത്തൊക്കെ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീണ്ടും റീതിങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അവർ ഒരു സ്റ്റോപ്പ് അവരോട് തന്നെ പറയുകയാണ്, ഒരു സഡൻ ഒരു സ്റ്റോപ്പ് എടുക്കാൻ പോവാണ്. എന്നിട്ട് അവരുടെ ആക്ഷൻസിനെ നല്ല രീതിയിൽ അവർ വാച്ച് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ അവരൊരു ഹീലിംഗ് ജേർണിയിലേക്കൊക്കെ പോകണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഒറ്റയ്ക്കിരിക്കാനും അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനും ഒക്കെ അവരിപ്പോൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു റിയലൈസേഷൻ അവരുടെ ലൈഫിൽ വരും. അവർ ചെയ്തത് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് വരാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഇത്. ഓക്കെ, ഒരു റിഫ്ലക്ഷൻ ടൈമാണ് അവരുടെ കാണിക്കുന്നത് കേട്ടോ. ആൻഡ് എന്താണ് അവർക്ക് യൂണിവേഴ്സ് കൊടുക്കുന്ന ഒരു പാഠം, അവർ ശരിക്കും ഇത് അർഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ. എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഐസൊലേഷൻ അനുഭവിക്കും. ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാവരും ഒറ്റപ്പെടുത്തും. ഓക്കെ, ഒരു സപ്പോർട്ടും ഇല്ലാതെ, ഒരാളും ഇവർക്ക് സപ്പോർട്ടില്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയും. അവർക്ക് നഷ്ടപ്പെടുത്തിയത് അവരെന്താണ് നഷ്ടപ്പെടുത്തിയത്, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുത്താൻ വേണ്ടി അവരെന്താണ് ചെയ്തതെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയം, ഒരു ഹാർഡ്ഷിപ്പാണ് അവർക്ക് വരാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് ഇങ്ങനൊരു പാഠം യൂണിവേഴ്സ് അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ എല്ലാ രീതിയിലും, സാമ്പത്തികമായിട്ടും ബന്ധങ്ങളിലും ഒക്കെ, ആരോഗ്യപരമായിട്ടും ഒക്കെ വളരെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോകാൻ ചാൻസ് ഉള്ള
ടൈമായിരിക്കും ഇപ്പോൾ. ഓക്കെ, അവർ സെലക്ട് ചെയ്ത ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് അവർക്ക് ഇന്ന് ഈ ഒരു ഐസൊലേഷൻ, ഈ ഒരു ഒറ്റപ്പെടൽ നൽകിയിട്ടുള്ളതെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമാണ്. ഓക്കെ, അവർക്കിപ്പോൾ ആളുകളുടെ സഹായം വേണം എന്നുണ്ടെങ്കിൽ പോലും അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും തയ്യാറാവുകയില്ല എന്നുള്ളതാണ്. എന്ത് കാർമിക് ബാലൻസ് ആണ് അവർക്ക് വരാൻ പോകുന്നതെന്ന് നോക്കാം. സോ ഇതൊരു 3 ഓഫ് കപ്സിൻ്റെ കാർഡാണ്. ഇവരുടെ കുറിച്ചുള്ള ഈ ഒരു കാര്യങ്ങൾ അവർ വിചാരിക്കുന്നത് ഒരു സോഷ്യൽ സർക്കിളിനുള്ളിൽ നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇവർ മൂലം ആരാണ് ഹേർട്ട് ചെയ്യപ്പെട്ടത്, അവർ തന്നെയായിരിക്കും ഇവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ പോകുന്നത്. അവരുടെ സന്തോഷം കാണേണ്ടി വരും എന്നുള്ളതാണ് ഇവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്. സോ ഇവർ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഇവർ വേദനിപ്പിച്ച ചില ആളുകളുടെ സന്തോഷം അവർക്ക് കാണേണ്ടി വരും. അതായത് ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, ഇവർക്ക് ആരും ഒരു സപ്പോർട്ട് ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് വൈകാരികമായി ഇവർ വേദനിപ്പിച്ച ആളുകൾ, മുറിവേൽപ്പിച്ച ആളുകളൊക്കെ സന്തോഷിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. അതായത് നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ഒക്കെ എത്രത്തോളം അവർ വേദനിപ്പിച്ചിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് സന്തോഷം വരികയും അതുപോലെ നിങ്ങളുടെ ആ ഒരു സന്തോഷം ഇവർ കാണാൻ ഇടവരികയും ചെയ്യും എന്നുള്ളതാണ് ഇവർക്ക് കിട്ടുന്ന ഒരു കാർമിക അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതൊരു ഡ്രമാറ്റിക് പണിഷ്മെൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരുപാട് അൺഹെൽത്തി പാറ്റേൺ ഇതിനകത്ത് കാണുന്നുണ്ട്, റിയലൈസേഷൻ കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി അല്ലെങ്കിൽ അയാൾക്ക് യൂണിവേഴ്സ് കൊടുക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ അയാൾ ഉടനെ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും അത്ര പോസിറ്റീവ് അല്ല. കർമ്മ ഈസ് റിയൽ അല്ലേ? എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ കർമ്മ ഫേസ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.